ഇന്ത്യയുടെ അഭിമാനം വാനോളമുയർത്തുന്ന എരുമ കാളകളുടെ അന്ത്യം എങ്ങനെയാണെന്നുള്ള ഫാക്ട് ചെക്ക്. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ തന്നെ എക്കോണമി പിടിച്ചു നിർത്തിയ ജന്തു പശുവായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. ഇന്നും ഇന്ത്യൻ റെയിൽവേ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇരട്ടി ലഗേജ് കാളകളാണ് വലിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നിയമപരമായി പശുവിറച്ചി കയറ്റുമതി ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള APEDA ഔദ്യോഗികമായി കയറ്റുമതി ചെയ്യുന്നത് പോത്ത്, എരുമയിറച്ചി മാത്രമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് ബൊവൈൻ മീറ്റ് അല്ലെങ്കിൽ ബീഫ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെയും DGCASന്റെയും ഡാറ്റ പ്രകാരം കയറ്റുമതി അളവ് പ്രതിവർഷം 12 മുതൽ 13 ലക്ഷം മെട്രിക് ടൺ വരെയാണ്. പ്രതിവർഷം ലഭിക്കുന്ന വരുമാനം ഏകദേശം 33,000 കോടി രൂപയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എരുമയിറച്ചി കയറ്റുമതി രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ പ്രധാന മാംസ സംസ്കരണ യൂണിറ്റുകളും പ്ലോട്ടുകളും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ 40.2%, അതായത് ഏറ്റവും വലിയ കയറ്റുമതിക്കാരും ഉൽപാദകരും ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ലോകമെമ്പാടുമുള്ള 70ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും എരുമയിറച്ചി കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാന രാജ്യങ്ങൾ ഇറാഖ്, സൗദി അറേബ്യ, UAE ഉൾപ്പെടുന്നു. 2014 മുൻപ് പ്രതിപക്ഷത്തിലായിരുന്നപ്പോൾ BJP ഇതിനെ പിങ്ക് റവല്യൂഷൻ എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നെങ്കിലും ഭരണത്തിലെത്തിയ ശേഷം ഈ കയറ്റുമതി തുടരുന്നതിന് പ്രധാന കാരണങ്ങൾ കാർഷിക മേഖലയിൽ നിന്ന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്ന പ്രധാന ഇനങ്ങളിൽ ഒന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 48 അനുസരിച്ച് പശുവധം നിരോധിച്ചിട്ടുണ്ടെങ്കിലും എരുമ, പോത്ത് എന്നിവയ്ക്ക് അത്തരം പവിത്രതയോ സമാനമായ നിയമപരമായ നിരോധനങ്ങളോ കേന്ദ്രതലത്തിൽ ഇല്ല. മാത്രമല്ല, പാലുൽപാദന ശേഷി നിലച്ച എരുമകളെയും ആൺപോത്തുകളെയും വിൽക്കാൻ സാധിക്കുന്നത് ക്ഷീര കർഷകർക്ക് അധിക വരുമാനം നൽകുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും സംസ്കരണത്തിന് 12 മുതൽ 24 മണിക്കൂർ മുൻപ് മൃഗങ്ങളെ ലെയറേജ് എന്ന പ്രത്യേക കേന്ദ്രത്തിൽ വിശ്രമിക്കാൻ അനുവദിക്കുന്നു. മൃഗത്തിന് വേദന അറിയാതിരിക്കാൻ ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൺ അല്ലെങ്കിൽ ഇലക്ട്രിക് രീതി ഉപയോഗിച്ച് അവയെ ബോധരഹിതരാക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹിറ്റ് ഫോളോ.